വെൽക്കം ടു ലേൺ വിത്ത് പ്രീ. നമ്മളിന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് എക്സസൈസിൽ ഫസ്റ്റ് പ്രോബ്ലത്തിൽ മാത്രം 8 പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് 3 പ്രോബ്ലമാണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്, ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതായത് എന്താണ്, ax² + bx + c വേർ a ≠ = 0 ഈ ഫോർമാറ്റിലാണോ എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമൻസിൽ പറയുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 എക്സസൈസ് 4.1 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ CBSE പാർട്ട് 2. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലം ഇതാണ്. ബോഡി കാണുന്ന പോലെ റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ഇൻറ്റു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിന് എന്തായിട്ട് എഴുതുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആയിട്ട് എഴുതണം. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് തന്നേക്കുന്നതെന്നൊന്ന് നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 528 meter square. The length of the plot in meter is 1 more than twice its breadth. We need to find length and breadth of the plot. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് ഉണ്ട്, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 528 meter square ആണ് അതിൻ്റെ ഏരിയ. ഓക്കെ, ഇനി തന്നേക്കുന്നതാണ് the length of the plot. ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഇൻ മീറ്റർ. ഓക്കെ, ആ പ്ലോട്ടിൻ്റെ ലെങ്ത് ഇൻ മീറ്റേഴ്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈസ് 1 more than twice its breadth. ഓക്കെ, അതിൻ്റെ ബ്രെഡത്തിനെ കാട്ടി 1 മീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഈസ് 1 more than twice its breadth. We need to find length and breadth of the plot. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? സോ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ബ്രെഡ്ത്ത് ഉണ്ട്, ബ്രെഡ്ത്തിൻ്റെ ഇരട്ടിയെക്കാട്ടിയും അതിൻ്റെ ട്വൈസിനെക്കാട്ടിയും 1 units കൂടുതലാണ് ലെങ്ത്. അതായത് നമ്മൾ ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് എടുത്താൽ അതിൻ്റെ ട്വൈസ് എന്താണ്, 2x. 2xൻ്റെ കാട്ടി 1 unit കൂടുതൽ എന്ന് പറയുമ്പോൾ 2x + 1. സോ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2x + 1 ആയിരിക്കും. therefore ഏരിയ ഓഫ് ദ പ്ലോട്ട് റെക്ടാങ്കുലർ പ്ലോട്ടാണ്. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്, 528 ആണ്. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് 2x + 1 ആണ്, ബ്രെഡ്ത്ത് x ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. തന്നിരിക്കുന്ന ഏരിയ 528. സോ 528 ഈസ് ഈക്വൽ ടു 2x + 1 ഇൻറ്റു x. That is 528 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും, 2x ഇൻറ്റു x. 2x ഇൻറ്റു x, ദാറ്റ് ഈസ് 2x² പ്ലസ് 1 ഇൻറ്റു x, ദാറ്റ് ഈസ് x. സോ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടി, 528 ഈസ് ഈക്വൽ ടു 2x² പ്ലസ് x. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എടുത്തതിന് ശേഷം നമുക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിയിലേക്ക് പോവാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? നോക്കിക്കേ, നമുക്ക് എന്താ കിട്ടിയത്, 528 ഈസ് ഈക്വൽ ടു 2x² പ്ലസ് x എന്നാണ് കിട്ടിയത്. നമുക്കിതിനെ ഏത് ഫോർമാറ്റിലേക്ക് ആക്കണം, ax² പ്ലസ് bx പ്ലസ് c എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ 528നെ LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താവും, 0. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 2x² പ്ലസ് x. ഈ 528 അപ്പുറത്തേക്ക് പോയ പ്ലസ് 528 എന്തായിട്ട് മാറി, മൈനസ് 528 ആയിട്ട് മാറി. സോ 2x² പ്ലസ് x മൈനസ് 528, ഇവിടെ ഓരോന്നുമില്ല, ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. വിച്ച് ഈസ് ഓഫ് ദ ഫോർ ax² പ്ലസ് bx പ്ലസ് c. ദാറ്റ് ഈസ് അവർ സൊല്യൂഷൻ. ഫൈനൽ സൊല്യൂഷൻ ഇതാണ്. നമുക്കിതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. കൺവേർട്ട് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻറ്റു, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻറ്റു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ തന്നിരിക്കുന്ന സിറ്റുവേഷൻസിനെ എന്തിലേക്ക് ആക്കുക, കുറേ
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് ആക്കും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. സോ ദിസ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ സൊല്യൂഷൻ ഇതാണ്. എനിക്കിതൊന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എഴുതി വരാം. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഇനി 3 more പ്രോബ്ലംസും കൂടെ ഉണ്ട്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ ഇനി 3 more പ്രോബ്ലംസും കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത സെക്ഷനിലായിട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. സോ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 10th CBSE ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. സോ 10th CBSE പഠിക്കുന്ന കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എല്ലാവരിലേക്കും എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോസ് അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു പുതിയൊരു ചാനലാണ്. വെറുതെ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. So it's me Preeta signing off. Tata, bye bye.